empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രഷില്ല പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പുതിയ നിയമത്തിലെ കർത്താവിൻ്റെ മുൻപിൽ നിന്ന് ദേവാലയത്തിൽ കർത്താവിന് കാണിക്ക സമർപ്പിക്കുന്ന ആ ഒരു ദരിദ്രയായ വിധവയെക്കുറിച്ചായിരുന്നു. നമ്മൾ കണ്ടു, അവിടെ ഒത്തിരി പേര് കർത്താവിന് അല്ലെങ്കിൽ ദേവാലയത്തിൽ ദൈവത്തിന് കാണിക്ക സമർപ്പിക്കുവാനായി കടന്നു വരുന്നുണ്ട്. വലിയ വലിയ ധനവാന്മാരൊക്കെ വലിയ തുകകൾ സമർപ്പിക്കുന്നുണ്ട്. ഒത്തിരിയേറെ പേർ അവിടെ കടന്നു വരുന്നുണ്ടെന്നാണ് തിരുവചനം പറയുന്നത്. എന്നാൽ അവരുടെ ഒപ്പം ദരിദ്രയായ ഈ ഒരു വിധവ ഏറ്റവും വില കുറഞ്ഞ 2 ചെമ്പു നാണയങ്ങൾ ദേവാലയത്തിൽ നിക്ഷേപിക്കുകയാണ്. ഇത് കണ്ട കർത്താവ് ശിഷ്യന്മാരെ വിളിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ സമർപ്പിച്ച എല്ലാവരെക്കാളും അധികമായി ഈ ദരിദ്രയായ വിധവ നിക്ഷേപിച്ചിരിക്കുന്നുവെന്ന്. എന്തുകൊണ്ടാ? കാരണം അവളുടെ ജീവിതത്തിൽ, അവളുടെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം, തൻ്റെ ഉപജീവനത്തിനുള്ള വക പോലും അവൾ അതിലൂടെ അവിടെ നിക്ഷേപിക്കുകയായിരുന്നു എന്നാ കർത്താവ് പറയുന്നത്. അവിടെ ഒത്തിരി പേരുണ്ടായിരുന്നു. എല്ലാവരും ഇവളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവർക്കൊന്നും മനസ്സിലാകാത്ത കാര്യങ്ങളാ കർത്താവ് അവിടെ പറഞ്ഞത്. കർത്താവ് അവളെ കണ്ടപ്പോൾ അവളുടെ ജീവിതം മുഴുവൻ കാണുകയായിരുന്നു. അവളുടെ ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യമാണ് അവിടെ നിക്ഷേപിക്കുന്നതെന്ന് കർത്താവ് അവരോട് പറയുന്നുണ്ട്. നാം ഓരോരുത്തരെയും നോക്കിയിരിക്കുന്ന, പരിശോധിക്കുന്ന, ഉറ്റുനോക്കിയിരിക്കുന്ന കർത്താവിനെയാ തിരുവചനം അവിടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. സങ്കീർത്തകനായ ദാവീദ് 139 അധ്യായം 1 തിരുവാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: കർത്താവേ, അവിടുന്ന് എന്നെ പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്നു. നാം ഓരോരുത്തരെയും പരിശോധിച്ച് അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ ഓരോ പ്രവൃത്തികളെയും പരിശോധിച്ചു കൊണ്ടിരിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവിന്റെ കണ്ണുകൾക്ക് മുൻപിലാണ് നാം എപ്പോഴും ആയിരിക്കുന്നത്. തിരുവചനം വീണ്ടും പറയുന്നുണ്ട്, അവിടുന്ന് നമ്മെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. നമ്മുടെ ഓരോ പ്രവൃത്തികളും നല്ലതായിക്കൊള്ളട്ടെ ചീത്തയായിക്കൊള്ളട്ടെ എല്ലാം പരിശോധിച്ചുകൊണ്ട് കർത്താവ് നമ്മെ നോക്കിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ കർത്താവിന്റെ മുൻപിലായിരുന്നു കൊണ്ട് നമുക്ക് നമ്മെ തന്നെ കർത്താവിന് വിട്ടുകൊടുക്കാം. പരിശുദ്ധാത്മാവിന്റെ ആ ഒരു നിയന്ത്രണത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷകളെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവ് നിയന്ത്രണം ഏറ്റെടുക്കുവാനായിട്ട് നാം ഓരോരുത്തരിലും പരിശുദ്ധാത്മാ അഭിഷേകം കടന്നു വരുവാനായിട്ട്, വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടുവാനായിട്ട് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നാം ആയിരിക്കുന്നിടത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്ത് നമുക്ക് പാടി ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ, ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരണമേ. പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ, എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ, എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ പരിശോധിച്ചറിയുന്ന കർത്താവിന്റെ മുൻപിലാണ് ഞങ്ങൾ വ്യാപരിക്കുന്നത് എന്നുള്ള ബോധ്യത്തിലേക്ക് ഞങ്ങളെ കടത്തിക്കൊണ്ട് വരണമേ. പരിശുദ്ധാത്മാവേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, അഭിഷേകം ചെയ്യണമേ. വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ താടാകമേ. പരിശുദ്ധാത്മാവേ, വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ താടാകമേ. ഹല്ലേലൂയ. മന്ദമായി വന്നു വീശിയാനന്ദം തന്ന പൊന്നീളം തെന്നലേ. രക്തസാക്ഷികൾ
പരിശുദ്ധാത്മാവേ നീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ ദൈവസ്നേഹം പരിശുദ്ധാത്മാവേ നിറയണമേ. ദൈവസ്നേഹം നിറയ്ക്കണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. തിരുവചനം ശ്രവിക്കുവാൻ, തിരുവചനം ഗ്രഹിക്കുവാൻ, അതിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ ആത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, ഈ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഞങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയും അമ്മേ പ്രാർത്ഥിക്കണമേ. ഹൃദയങ്ങൾ പരിശോധിച്ചറിയുന്ന കർത്താവിൻ്റെ മുൻപിൽ സൂക്ഷ്മതയോടെ വ്യാപരിക്കുവാൻ അമ്മേ മാതാവേ ആ ഒരു കൃപ ലഭിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, തിരുക്കുടുംബത്തിൻ്റെ പാലക, കർത്താവിന് പ്രീതികരമായി ഞങ്ങളുടെ ഭവനം മുന്നോട്ട് പോകുവാനായിട്ട് യോസേപ്പ് പിതാവേ അങ്ങയുടെ പ്രാർത്ഥന ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ പഠിക്കുവാനായി പോകുന്നത് പഴയ നിയമത്തിൽ നമുക്കധികം കേട്ടുകേൾവിയില്ലാത്ത ഒളിഞ്ഞു കിടക്കുന്ന ഒരു കഥാപാത്രത്തെക്കുറിച്ചാണ്. പഴയ നിയമത്തിൽ സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിൽ 25-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന അബിഗായേലിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുവാനായി പോകുന്നത്. അബിഗായേലിനെ പരിചയപ്പെടുത്താനും അബിഗായേൽ ചെയ്ത കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുവാനുമായിട്ട് 25-ാം അധ്യായം മുഴുവനായിട്ടും കർത്താവ് അബിഗായേലിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ എന്തൊക്കെയോ കാര്യമായിട്ട് കർത്താവ് അബിഗായേലിൻ്റെ ജീവിതത്തിലൂടെ നാം ഓരോരുത്തരോടും പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് അബിഗായേലിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാം. 25-ാം അധ്യായത്തിൽ 2-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കാർമലിലെ ഒരു വ്യാപാരി മാവോനിൽ ഉണ്ടായിരുന്നു. വലിയ ധനികനായിരുന്നു. അവന് 3000 ചെമ്മരിയാടുകളും 1000 കോലാടുകളും ഉണ്ടായിരുന്നു. കാർമലിൽ വെച്ചാണ് ആടുകളുടെ രോമം കത്തിരിച്ചിരുന്നത്. കാർമലിലെ ഈ ഒരു വ്യാപാരിയെ കുറിച്ചാണ് തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ഒരു വ്യാപാരിയുടെ പ്രത്യേകത എന്തായിരുന്നു? അവൻ വലിയ ധനികനായിരുന്നു. ഒത്തിരിയേറെ ആടുമാടുകളൊക്കെയുള്ള വലിയ സമ്പത്തുള്ള ഒരു മനുഷ്യനായിരുന്നു ഈ വ്യാപാരി. ഈ വ്യാപാരിയെ കുറിച്ച് തന്നെയാണ് തൊട്ടടുത്ത വാക്യത്തിലും തിരുവചനം പറയുന്നത്. 3-ാം തിരുവാക്യം. കാലബ് വംശജനായ അവന്റെ പേര് നാബാൽ എന്നും ഭാര്യയുടെ പേര് അബിഗായിൽ എന്നുമായിരുന്നു. ഇവിടെയാണ് നമ്മൾ അബിഗായേലിനെ പരിചയപ്പെടുത്തുന്നത്. ഈ പറഞ്ഞു വന്ന ധനികനായ ആ വ്യക്തി, ആ വ്യാപാരി, അവന്റെ പേര് നാബാൽ എന്നായിരുന്നു. കാലേബ് വംശജനായിരുന്ന നാബാലിന്റെ ഭാര്യയായിരുന്നു അബിഗായേൽ. അബിഗായേലിനെ കുറിച്ച് തിരുവചനം എന്താ പറയുന്നത്? അവൾ വിവേകവതിയും സുന്ദരിയുമായിരുന്നു. അവൾ അബിഗായേൽ വിവേകവതിയും സുന്ദരിയുമായിരുന്നു. ധനികയായിരുന്നു, ഒപ്പം വളരെ വിവേകത്തോടെ കാര്യങ്ങൾ ചെയ്തവളായിരുന്നു, സൗന്ദര്യമുള്ളവളായിരുന്നു. തൊട്ടടുത്ത് തന്നെ നാബാലിനെ കുറിച്ചും കർത്താവ് പറയുന്നുണ്ട്. അവനാകട്ടെ, നാബാലാകട്ടെ ഹീനനും ദുഷ്കർമ്മിയുമായിരുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ആ ഒരു കുടുംബത്തെ കർത്താവ് നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. വളരെ ധനികനായിരുന്ന നാബാൽ, അവന്റെ ഭാര്യ അബിഗായേൽ. നാബാൽ വളരെ ദുഷ്കർമ്മിയായ, വളരെ ദേഷ്യപ്രകൃതക്കാരനായ, ഹീനനായ ഒരു മനുഷ്യനായിരുന്നുവെന്ന് തിരുവചനം പറയുന്നത്. എന്നാൽ അവന്റെ ഭാര്യ അബിഗായേലിനെ കുറിച്ച് വളരെ വിവേകവതിയായ ഒരു സ്ത്രീ, സൗന്ദര്യമുള്ള ഒരു സ്ത്രീ എന്ന തിരുവചനം പറയുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ ഭാര്യയും ഭർത്താവും അവർ നേർ വിപരീത സ്വഭാവക്കാരായിരുന്നു. തീർത്തും
കോമൺ ഫാക്ടറായിട്ട് അവരുടെ ഇടയിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നേർ വിപരീത സ്വഭാവമുള്ള ആ കുടുംബത്തിൽ ദുഷ്ടനായ ദുഷ്കർമ്മിയായ നാബാലിന്റെ ഭാര്യയായിട്ട് അബിഗായിൽ കഴിഞ്ഞു വരികയാണ്. എത്രമാത്രം വലിയ കഷ്ടതകൾ, സഹനങ്ങൾ അവൾ സ്വീകരിക്കേണ്ടി വന്നു എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഭർത്താവായ നാബാലിന്റെ ആ ഒരു ദുഷ്സ്വഭാവം കാരണം, ദേഷ്യപ്രകൃതം കാരണം അവൾക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നു. എന്നാൽ ആ ഭവനത്തെ വിവേകത്തോടെ കൃത്യതയോടെ കർത്താവിന്റെ മാർഗത്തിൽ അവൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ആ ഭവനത്തിലെ സേവകർക്ക് പോലും അബിഗായേലിനോട് വലിയ ബഹുമാനമായിരുന്നു. അവർക്ക് എന്തുണ്ടെങ്കിലും സമീപിക്കാൻ കഴിയുന്ന ഒരു യജമാനത്തെയായിട്ടാ അബിഗായേലിനെ അവർ കണ്ടിരുന്നത്. യജമാനനായ നാബാൽ ക്രൂരനാണ്, ദുഷ്കർമ്മിയാണ്, ദേഷ്യ സ്വഭാവക്കാരനാണ്. എന്നാൽ അവന്റെ ഭാര്യ അബിഗായേൽ വളരെ ശാന്തമായി വിവേകത്തോടെ എന്ത് പ്രശ്നത്തെയും കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണെന്ന് സേവകർക്ക് പോലും അറിയാമായിരുന്നു എന്ന് തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ആ ഒരു കുടുംബം, ധനികമായ ആ ഒരു കുടുംബം അങ്ങനെ ജീവിച്ചു പോവുകയാണ്. ഇതിന് പാരലലായിട്ട് മറ്റൊരു സംഭവം അവിടെ നടക്കുന്നുണ്ട്. നമുക്കറിയാം ദാവീദിനെ പറ്റി. സാമുവേൽ പ്രവാചകൻ ദാവീദിനെ അടുത്ത രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നുണ്ട്. ഇതറിഞ്ഞ സാവൂളിന് ദാവീദിനോട് വലിയ ദേഷ്യം വരികയും ദാവീദിനെ കൊല്ലാനായിട്ട് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുകയും ചെയ്യുന്നതൊക്കെ നമുക്കറിയാം. ദാവീദ് അങ്ങനെ ഒളിച്ചു നടക്കുന്ന ഒരു സമയമാണ്. 25-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 1-ാം വാക്യത്തിന്റെ ആരംഭത്തിൽ തിരുവചനം എന്താ പറയുന്നത്? സാമുവേൽ മരിച്ചു. തിരുവചനം പറയുകയാണ്, തന്നെ അഭിഷേകം ചെയ്ത കർത്താവിന്റെ ആ ഒരു അരുളപ്പാടനുസരിച്ച് ദാവീദിനെ അഭിഷേകം ചെയ്ത സാമുവേൽ പ്രവാചകൻ മരിക്കുകയാണ്. അപ്പോൾ ദാവീദ് എന്താണ് ചെയ്തതെന്ന് ആ വചനത്തിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. ദാവീദ് പാരാൻ മരുഭൂമിയിൽ പോയി പാർത്തു. പാരാൻ മരുഭൂമിയിൽ പോയി പാർത്തു. ഈ ഒരു മരുഭൂമിയിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നാബാലിന്റെ ഈ കുടുംബം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തിരുവചനം പറയുന്നുണ്ട്, ദാവീദും അനുചരന്മാരും 600-ഓളം ആൾക്കാരുണ്ടായിരുന്നു എന്നാ തിരുവചനം പറയുന്നത്. അവരെല്ലാവരും ആ മരുഭൂമിയിലായിരുന്ന കാലം മുഴുവൻ നാബാലിന്റെ ഈ സ്വത്തിന്, ഇസ്രായേൽക്കാരൻ എന്ന നിലയിൽ ശത്രുക്കളിൽ നിന്നും അതിനെ സംരക്ഷിക്കുന്നതിന്, അവർക്ക് സംരക്ഷണം കൊടുക്കുന്നതിന് ദാവീദും അനുചരന്മാരും ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയി. തിരുവചനം വീണ്ടും പറയുകയാണ്, 25-ാം അധ്യായത്തിൽ 4-ാം തിരുവാക്യം. നാബാൽ ആടുകളുടെ രോമം കത്രിക്കുകയാണെന്ന് മരുഭൂമിയിൽ വെച്ച് ദാവീദ് കേട്ടു. നാബാല് ആടുകളുടെ രോമം കത്രിക്കുകയാണ് എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് നമ്മൾ കേട്ടു, ഒത്തിരിയേറെ ആടുമാടുകളുണ്ട്. ഇത്രയേറെ ആടുകളുടെ രോമം കത്രിച്ച് അവരെ സംബന്ധിച്ച് അത് അവരുടെ ഒരു ഹാർവസ്റ്റ് പോലെയാണ്. അത് അവരെ സംബന്ധിച്ച് വലിയൊരു ഫീസ്റ്റ് ആയിരുന്നു. ഒത്തിരിയേറെ ഭക്ഷണ പദാർത്ഥങ്ങളും വേലക്കാരെല്ലാവരും ഒരുമിച്ച് വരുന്ന ആ ഒരു സമയം. ഈ ഒരു കാര്യം ദാവീദ് കേൾക്കുകയാണ്. മരുഭൂമിയിൽ വളരെ കഷ്ടതയിലാണ് ദാവീദും അനുചരന്മാരും ആയിരിക്കുക. അപ്പോൾ ദാവീദ് ആളയച്ച് നാബാലിനോട് തങ്ങൾക്ക് കുറച്ച് ഭക്ഷണം അയച്ചു തരണമെന്ന്, അവർക്ക് പങ്ക് നൽകണമെന്ന് ദാവീദ് പറയുന്നുണ്ട്. എന്നാൽ ഇതിന് ദേഷ്യക്കാരനായ ദുഷ്കർമ്മി എന്ന് തിരുവചനം പറയുന്ന നാബാൽ കൊടുത്ത മറുപടി എന്തായിരുന്നു? നമുക്ക് 11-ാം തിരുവാക്യത്തിലേക്ക് കടന്നു വരാം. എന്റെ ആടുകളുടെ രോമം കത്രിക്കുന്നവർക്കായി ഒരുക്കിയിട്ടുള്ള ഇറച്ചിയും അപ്പവും വെള്ളവും എടുത്ത് എവിടെ നിന്ന് വരുന്നെന്നു പോലും അറിഞ്ഞുകൂടാത്തവർക്ക് കൊടുക്കണമെന്നോ? ദാവീദ് ഒരു സഹായം ചോദിച്ചപ്പോൾ നാബാൽ കൊടുത്ത മറുപടി ആയിരുന്നു ഇത്. ഇക്കാലമൊക്കെ മരുഭൂമിയിൽ ഒത്തിരിയേറെ കഷ്ടപ്പെട്ട് നാബാലിന്റെ ആടുകൾക്ക് കോട്ട പോലെ സംരക്ഷണം കൊടുത്തവരായിരുന്നു ദാവീദും അനുചരന്മാരും. എന്നാൽ ഒരു സഹായം ചോദിച്ചപ്പോൾ ഇവിടെ നാബാൽ കൈ മലർത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇത് കേട്ട ദാവീദിന് ദേഷ്യം വരികയാണ്. ഈ ഒരു മറുപടി അല്ല ദാവീദ് പ്രതീക്ഷിച്ചത്. ദാവീദ് എന്താ പറയുന്നേ? 13-ാം തിരുവാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവൻ അവരോട് പറഞ്ഞു, ദാവീദ് തന്റെ അനുചരന്മാരോട്, നാബാലിന്റെ അടുക്കലേക്ക് പോയ അനുചരന്മാരോട് പറഞ്ഞു, ഓരോരുത്തരും വാൾ അരയിൽ കെട്ടുവിൻ. ഓരോരുത്തരും വാൾ അരയിൽ കെട്ടുവിൻ. നാബാലിന്റെ ഒരു പ്രവൃത്തിക്ക് ഒരു തിരിച്ചടി കൊടുക്കുവാനായിട്ട് ദാവീദും അനുചരന്മാരും തയ്യാറാവുകയാണ്.
തുടർന്ന് 21 തിരുവാക്യത്തിൽ നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് കാണുവാൻ സാധിക്കും. ദാവീദ് എന്താ പറയുന്നത്? ദാവീദ് പറയുകയായിരുന്നു, മരുഭൂമിയിൽ അവനുണ്ടായിരുന്നതൊക്കെ ഞാൻ കാത്തു സൂക്ഷിച്ചത് വെറുതെയായി. അവന്റെ വക യാതൊന്നും നഷ്ടപ്പെട്ടില്ല. അവനാകട്ടെ എന്നോട് നന്മയ്ക്ക് പകരം തിന്മ ചെയ്തു. ഈ ഒരു നന്മയ്ക്ക് പകരം തിന്മ സ്വീകരിക്കേണ്ടി വന്നപ്പോൾ ദാവീദിന് അത് പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അതിന്റെ ഒരു ഫലമായിട്ട് തൊട്ടടുത്ത വാക്യത്തിൽ ദാവീദ് പ്രഖ്യാപിക്കുകയാണ്, അവന്റെ ആളുകളിൽ ഒരുവനെയെങ്കിലും പുലരും വരെ ജീവനോടിരിക്കാൻ ഞാൻ അനുവദിച്ചാൽ ദൈവം ദാവീദിന്റെ ജീവൻ എടുത്തുകൊള്ളട്ടെ. അതായത് ആ കുടുംബം വലിയൊരു ഭീഷണിക്ക് മുൻപിലേക്ക് കടന്നു വരികയാണ്. നാബാലിന്റെ ചിന്തിക്കാത്ത ആ ഒരു വാക്കുകൾ മൂലം, യാതൊരു ജ്ഞാനവും ഇല്ലാതെ നാബാലിന്റെ ആ ഒരു പ്രവൃത്തി കാരണം ആ കുടുംബം വലിയൊരു പ്രതിസന്ധിക്ക് മുന്നിലേക്ക് കടന്നു വരികയാ. ഈ ഒരു സമയത്താണ് കർത്താവ് അബിഗായേലിന്റെ പ്രാധാന്യം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നമുക്ക് 14 തിരുവാക്യത്തിൽ കർത്താവിന്റെ വചനം എന്താ പറയുന്നതെന്ന് ശ്രദ്ധിക്കാം. അതിനിടയ്ക്ക് ഭൃത്യരിൽ ഒരുവൻ നാബാലിന്റെ ഭാര്യ അബിഗായിലിനോട് പറഞ്ഞു, യജമാനനെ അഭിവാദനം ചെയ്യാൻ ദാവീദ് മരുഭൂമിയിൽ നിന്നും ദൂതന്മാരെ അയച്ചിരുന്നു. എന്നാൽ അവൻ അവരെ ശകാരിച്ചയച്ചു. ആ ശകാരിച്ചയച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഭൃത്യൻ ഓടിച്ചെന്ന് അബിഗായേലിനെ അറിയിക്കുകയാണ്. തങ്ങളുടെ ഭവനം, ആ ഭൃത്യന്മാരടക്കം നേരിടുന്ന ഭീഷണിയെക്കുറിച്ച് ഭൃത്യൻ വളരെ കൃത്യമായിട്ട് പറയുകയാണ്. തങ്ങളുടെ യജമാനന്റെ കയ്യിൽ നിന്ന് വന്നു പോയ തെറ്റിനെ കുറിച്ചും ഭൃത്യൻ പറയുന്നുണ്ട്. തൊട്ടടുത്ത വാക്യത്തിൽ എന്താ തിരുവചനം പറയുന്നത്? അതേസമയം അവർ നമുക്ക് വലിയ ഉപകാരികളായിരുന്നു. ഞങ്ങൾ വയലിൽ അവരോടുകൂടി വസിച്ചിരുന്ന കാലത്തൊരിക്കലും അവർ ഞങ്ങളെ ഉപദ്രവിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെട്ടതുമില്ല. അങ്ങനെ ആ ഭൃത്യൻ തങ്ങൾക്ക് ദാവീദിലൂടെ വന്ന നന്മയെക്കുറിച്ചും ഇപ്പോൾ അവർ നേരിടുന്ന ഭീഷണിയെക്കുറിച്ചും അബിഗായേലിനോട് വന്ന് പറയുകയാണ്. ഭൃത്യന് കൃത്യമായിട്ട് അറിയാമായിരുന്നു കർത്താവ് അബിഗായേലിന് കൊടുത്ത ജ്ഞാനത്തെക്കുറിച്ച്, അവളുടെ വിവേകത്തെക്കുറിച്ച്. അതിൽ ആ ഒരു വിവേകത്തിൽ അവൻ ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 17 വാക്യത്തിൽ അവൻ ഇപ്രകാരം അബിഗായേലിനോട് പറയുന്നത്, എന്തു ചെയ്യണമെന്ന് ആലോചിച്ച് തീരുമാനിക്കുക. എന്തു ചെയ്യണമെന്ന് അബിഗായേൽ ആലോചിച്ച് തീരുമാനിക്കുക. യജമാനനും കുടുംബത്തിനും ദ്രോഹം ചെയ്യാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. യജമാനൻ ദുസ്വഭാവനാകൊണ്ട് അവനോട് ആർക്കും ഇത് പറയാനാവില്ല. ഇങ്ങനെ ആ ഒരു കുടുംബം വലിയ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. അവർക്കെല്ലാവർക്കും അറിയാം, ആകെ എന്തെങ്കിലും ചെയ്യാൻ ഇപ്പോൾ അവിടെ സാധിക്കുന്നത് അബിഗായേലിനാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ജ്ഞാനത്തോടെ വിവേകത്തോടെ ആ ഒരു സ്ത്രീ ഭവനത്തിൽ തിളങ്ങി നിൽക്കുകയാണ്. നമ്മൾ ആ ഒരു സാഹചര്യത്തിലേക്ക് ഒന്ന് കടന്ന് ചിന്തിക്കണം. എല്ലാവരും പ്രതീക്ഷ വയ്ക്കുന്നത് അബിഗായേലിലാണ്. എന്തുകൊണ്ടാ? അവൾ കർത്താവിൽ നിന്ന് ജ്ഞാനം പ്രാപിച്ച് ഇക്കണ്ട കാലമൊക്കെയും വലിയ കഷ്ടപ്പാടിലൂടെ കടന്നു പോയെങ്കിലും, ഭർത്താവിൽ നിന്ന് വളരെയേറെ ദുരിതങ്ങൾ അവൾക്ക് അനുഭവിക്കേണ്ടി വന്നെങ്കിലും, മാനസികമായിട്ട് ഒത്തിരിയേറെ അവൾ തകർന്നു പോയിട്ടുണ്ടെങ്കിലും, ജ്ഞാനത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിൽ അവൾ ഒരിക്കലും വീഴ്ച വരുത്തിയിട്ടില്ല. അവൾ ഒരിക്കലും തകർന്നു പോയിട്ടില്ല. ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഭൃത്യന്മാർക്ക് അവളുടെ അടുക്കലേക്ക് ഓടിച്ചെല്ലാൻ ധൈര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൾ ഇതിനു മുൻപും തന്റെ ജ്ഞാനം അവർക്ക് മുൻപിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് അവളിലൂടെ ആ കുടുംബത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ആ ഒരു വലിയ പ്രശ്നത്തിന് മുൻപിൽ അവർ നിൽക്കുകയാണ്. പിന്നെ അബിഗായേൽ അവിടെ എന്താ ചെയ്തതെന്നാണ് നമ്മൾ ശ്രദ്ധിക്കുവാനായി പോകുന്നത്. അബിഗായേൽ ഈ കാര്യങ്ങളെല്ലാം അറിയുകയാണ്. അവൾ കേട്ടിട്ടുണ്ട് ദാവീദിനെ കുറിച്ചും, അവൻ ഭാവി രാജാവാണെന്നെല്ലാം അബിഗായേലിന് അറിയാം. പ്രശ്നത്തിന്റെ ഗൗരവം എത്രമാത്രം ഉണ്ടെന്നും അബിഗായേലിന് അറിയാം. അവൾ എന്താ ചെയ്തത്? തൊട്ടടുത്ത തിരുവചനത്തിൽ എന്താ പറയുന്നത്? അബിഗായേൽ തിടുക്കത്തിൽ 200 അപ്പവും 2 തോൽക്കുടം വീഞ്ഞും പാകം ചെയ്ത 5 ആടും 5 കുട്ടം മലരും 100 ഉണക്ക മുന്തിരിക്കുലയും അത്തിപ്പഴം കൊണ്ടുള്ള 200 അടയും എടുത്ത് കഴുതുപുറത്ത് കയറ്റി. അബിഗായേൽ ഈ പ്രശ്നം വന്നപ്പോൾ ഒരു സെക്കൻഡ് പോലും വൈകിക്കുന്നില്ല. ഇൻസ്റ്റന്റ് ആയിട്ട് അവൾ ആക്റ്റീവ് ആവുകയാണ്. അവൾ തന്റെ പ്രവൃത്തി പദത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഒരു സെക്കൻഡ് പോലും അവൾ നഷ്ടപ്പെടുത്തുന്നില്ല. തിരുവചനം എടുത്തു പറയുന്നു, അവൾ തിടുക്കത്തിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ്. ദാവീദിനും അനുചരന്മാർക്കും
വലിയ വിരുന്നിന് വേണ്ട എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ട് അവൾ ഭൃത്യന്മാരുടെ കൂടെ തിടുക്കത്തിൽ ദാവീദിന്റെ അടുക്കലേക്ക് വേഗം പോവുകയാ. ആ പ്രശ്നത്തിന്റെ ഗൗരവം വളരെ കൃത്യതയോടെ അവൾ മനസ്സിലാക്കുകയാണ്. ജ്ഞാനത്താൽ നിറഞ്ഞ് അവൾ ആ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയാണ്. പെട്ടെന്ന് തന്നെ അവൾ ദാവീദിന്റെ അടുക്കലേക്ക്, അവൾ ഭർത്താവിനെ കുറ്റം പറഞ്ഞ് സമയം കളയുന്നില്ല. ഈ പ്രശ്നമൊക്കെയും വന്നത് ഭർത്താവിന്റെ വാക്കുമൂലമാണ്, ചിന്തിക്കാതെയുള്ള പ്രവൃത്തി മൂലമാണ്. എന്നാൽ അവനെ കുറ്റം പറഞ്ഞുകൊണ്ട് അവൻ മൂലം എനിക്ക് ഗതി വന്നല്ലോ എന്നൊക്കെ എണ്ണിപ്പറക്കാൻ ഒന്നും അബിഗായേൽ സമയം കളയുന്നില്ല. തനിക്ക് ഇനി എന്താ ചെയ്യാൻ സാധിക്കുക, അതാ അബിഗായേൽ നോക്കിയത്, അതാണ് അബിഗായേൽ ചെയ്തത്. പെട്ടെന്ന് തന്നെ ഒട്ടും സമയം കളയാതെ അവൾ ഈ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി ദാവീദിന്റെ അടുക്കലേക്ക് പോവുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അബിഗായേലിൽ ഇവിടെ എടുത്തു കാണിക്കുന്ന ആ ഒരു വിവേകം, ആ ഒരു ജ്ഞാനം നാം ഓരോരുത്തരും അത് പ്രാപിക്കേണ്ടവരാണ്. നമുക്കറിയാം, സുഭാഷിത പുസ്തകങ്ങളിൽ 14-ാം അധ്യായത്തിൽ 1-ാം തിരുവാക്യത്തിൽ നമ്മുടെ ഈ ശുശ്രൂഷയുടെ ഒരു തീം വേഴ്സ് ആണത്. അവിടെ തിരുവചനം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, ജ്ഞാനം വീട് പണിയുന്നു. ജ്ഞാനം വീട് പണിയുന്നു. നമ്മുടെ POCയുടെ പുതിയ വേർഷനിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, സ്ത്രീയുടെ ജ്ഞാനം അവളുടെ ഭവനത്തെ പടുത്തുയർത്തുന്നു. A wise woman builds her house. ഇതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അബിഗായേൽ അവളുടെ ജ്ഞാനം അവളുടെ ഭവനത്തെ നിലനിർത്തുകയാണ്, അതിനെ പണിതുയർത്തുകയാണ്, അത് തകർന്നു പോകാതെ കാത്തു സൂക്ഷിക്കുകയാണ്. ഈ ഒരു ജ്ഞാനം പ്രാപിക്കാനാ പ്രിയമുള്ളവരെ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ ഒരു ജ്ഞാനത്തിൽ നിന്ന് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് കർത്താവിന് അവിടെ വലിയ കാര്യങ്ങൾ ചെയ്യാനായി സാധിക്കുന്നത്. കൂടുതൽ എൻ്റെ ഭവിഷ്യത്തുകളെ കുറിച്ചോ പരിണിത ഫലങ്ങളെ കുറിച്ചോ ഒന്നും അവൾ ചിന്തിച്ച് അവിടെ സമയം കളയുന്നില്ല. ഇൻസ്റ്റന്റ് ആയിട്ട് അവൾ അവിടെ പ്രവൃത്തിയിലേക്ക് കടക്കുകയാ. ജ്ഞാനത്താൽ നിറഞ്ഞ് അവൾ പ്രവർത്തിക്കുകയാ. അവൾ അവിടെ ചെന്ന് ദാവീദിനോട് പറഞ്ഞ കാര്യങ്ങൾ, അവളുടെ വാക്കുകളിലെ ജ്ഞാനത്തെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പഠിക്കാം. എന്നാൽ അവളുടെ ഈ പ്രവൃത്തി മൂലം ആ കുടുംബം രക്ഷപ്പെടുകയാണ്. അതിൻ്റെ അവസാന ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ 32-ാം തിരുവാക്യത്തിൽ ദാവീദ് അബിഗായേലിനോട് പറയുന്ന ഒരു രംഗമുണ്ട്. എന്താ തിരുവചനം പറയുന്നത്? ദാവീദ് അബിഗായിലിനോട് പറഞ്ഞു, ഇന്നു നിന്നെ എന്റെ അടുത്തേക്ക് അയച്ച ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. തുടർന്ന് 35-ാമത്തെ തിരുവാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, അവൾ കൊണ്ടുവന്നത് ദാവീദ് സ്വീകരിച്ചു. അവൻ പറഞ്ഞു, സമാധാനത്തോടെ വീട്ടിലേക്ക് പൊയ്ക്കൊള്ളുക. നിന്റെ വാക്ക് ഞാൻ ശ്രവിച്ചിരിക്കുന്നു, നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. നാബാലിന്റെ ആളുകളിൽ ഒരുവനെ പോലും പുലരും വരെ ജീവനോട് ഇരിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞിരുന്ന ദാവീദാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നത്. ഇതിന് കാരണമായത് എന്തായിരുന്നു? അബിഗായിലിന്റെ ജ്ഞാനമായിരുന്നു. പ്രിയമുള്ളവരെ, ഈ ഒരു ജ്ഞാനം, ആ ഒരു കൃപ നമുക്ക് ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങാം. ജ്ഞാനത്തോടെ നമ്മുടെ ഭവനങ്ങളെ പണിതുയർത്തുന്ന സ്ത്രീകളായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാം. ജ്ഞാനത്താൽ നയിക്കപ്പെടുമ്പോൾ മാത്രമാണ് നമ്മുടെ ഭവനങ്ങൾ പണിതുയർത്തപ്പെടുകയുള്ളൂ. ആ ജ്ഞാനത്തിന് വേണ്ടി തീക്ഷ്ണമായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. നമുക്കറിയാം, പുതിയ നിയമത്തിൽ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായം 5-ാം തിരുവാക്യത്തിൽ കർത്താവ് നമുക്കൊരു ആഹ്വാനം നൽകുന്നുണ്ട്. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവന് അത് ലഭിക്കും. അവന് അത് ലഭിക്കും. തിരുവചനം നമുക്ക് ഉറപ്പ് തരികയാണ്, ജ്ഞാനം കുറവുള്ളവർ അവർ ദൈവത്തോട് ചോദിച്ചാൽ അവൻ അത് ലഭിക്കുക തന്നെ ചെയ്യും. കർത്താവിൻ്റെ ഈ വാഗ്ദാനത്തിൽ നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. ജ്ഞാനം പ്രാപിച്ച് നമ്മുടെ കുടുംബങ്ങളെ കർത്താവിനായിട്ട് പണിതുയർത്തുന്നവരായിട്ട് നമുക്ക് മാറാം. അബിഗായേൽ നമുക്ക് കാണിച്ചു തന്നതുപോലെ എത്ര വലിയ ഭീഷണിക്ക് മുൻപിൽ നിൽക്കുമ്പോഴും, എത്ര വലിയ പ്രതിസന്ധിക്ക് മുൻപിൽ നമ്മൾ നിൽക്കുമ്പോഴും ദൈവിക ജ്ഞാനത്താലാണ് നമ്മൾ നയിക്കപ്പെടുന്നതെങ്കിൽ അവിടെ സൊല്യൂഷൻ ഉണ്ട്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ ജ്ഞാനം നമ്മൾ വഴി നടത്തുക തന്നെ ചെയ്യും. ഈ ഒരു കൃപയ്ക്കായിട്ട്, ജ്ഞാനത്തിനായിട്ട്, പരിശുദ്ധാത്മാവിന്റെ നയിപ്പിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങാം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നാം ആയിരിക്കുന്നിടത്തിരുന്ന് അബിഗായേലിലൂടെ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയ വാഗ്ദാനങ്ങളെ, നൽകിയ ആഹ്വാനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് നന്ദിയോടെ പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളെ വഴി നടത്തുന്ന ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ജീവിതത്തിലെ കഷ്ടതകളിലൂടെ കടന്നു പോയാലും
ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയാലും കർത്താവെ അങ്ങാണ് അവിടെ എല്ലാം ഞങ്ങളുടെ കരം പിടിച്ചിരിക്കുന്നത് എന്നുള്ള ബോധ്യത്തിലേക്ക് കർത്താവെ ഞങ്ങളെ ഉയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഷ്ടങ്ങൾക്ക് സ്ഥാനമുണ്ട്, എല്ലാ ദുഃഖങ്ങൾക്കും ഹേതുവുണ്ട്. ഹല്ലേലൂയ. കഷ്ടങ്ങൾക്ക് സ്ഥാനമുണ്ട്, എല്ലാ ദുഃഖങ്ങൾക്കും ഹേതുവുണ്ട്. ദൈവസ്നേഹമറിഞ്ഞവർക്കും ദൈവവിളി ലഭിച്ചവർക്കും ഹല്ലേലൂയ. നന്മയ്ക്കായി വ്യാപരിപ്പാൻ വിശ്വാസത്തിൻ ശോധനയാ. കഷ്ടങ്ങൾക്ക് സ്ഥാനമുണ്ട്, എല്ലാ ദുഃഖങ്ങൾക്കും ഹേതുവുണ്ട്. ഹല്ലേലൂയ, കഷ്ടങ്ങൾക്ക് ഹല്ലേലൂയ. സ്ഥാനമുണ്ട്, എല്ലാ ദുഃഖങ്ങൾക്കും ഹേതുവുണ്ട്. ഈശോയെ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അബിഗായിൽ വളരെ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോയെങ്കിലും കർത്താവിൽ നിന്ന് ജ്ഞാനം പ്രാപിച്ച് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വലിയൊരു കാരണമായിട്ട് അവൾ മാറുകയായിരുന്നു. കർത്താവെ, ആ ഒരു കൃപ ഞങ്ങളിലേക്ക് നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. വിശ്വാസത്തിൽ വളർന്നിടുവാൻ, വിശ്വസ്തരായി വിളങ്ങിടുവാൻ. വിശ്വാസത്തിൽ വളർന്നിടുവാൻ, വിശ്വസ്തരായി വിളങ്ങിടുവാൻ. ഹല്ലേലൂയ. വിശുദ്ധിയിൽ തികഞ്ഞിടുവാൻ, തിരുഹിതം നിവർത്തിച്ചിടാൻ. വിശുദ്ധിയിൽ തികഞ്ഞിടുവാൻ, തിരുഹിതം നിവർത്തിച്ചിടാൻ. കർത്താവെ, അഭിഷേകം ചെയ്യണമേ. ദൈവസ്നേഹമറിഞ്ഞവർക്കും ദൈവവിളി ലഭിച്ചവർക്കും ഹല്ലേലൂയ. നന്മയ്ക്കായി വ്യാപരിപ്പാൻ വിശ്വാസത്തിൻ ശോധനയാ. കഷ്ടങ്ങൾക്ക് സ്ഥാനമുണ്ട്, എല്ലാ ദുഃഖങ്ങൾക്കും ഹേതുവുണ്ട്. ഹല്ലേലൂയ. കഷ്ടങ്ങൾക്ക് സ്ഥാനമുണ്ട്, എല്ലാ ദുഃഖങ്ങൾക്കും ഹേതുവുണ്ട്. ഈശോയെ, നന്ദി ഈശോയെ. കഷ്ടങ്ങൾക്ക് സ്ഥാനമുണ്ട്, എല്ലാ ദുഃഖങ്ങൾക്കും ഹേതുവുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾക്ക് ജ്ഞാനം പകരണമേ. ഞങ്ങളുടെ ജീവിതങ്ങളിലെ കഷ്ടതകളിലെ പ്രതിസന്ധികളിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള തിരിച്ചറിവ് കർത്താവേ, ഞങ്ങളുടെ ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അബിഗായിലിൻ്റെ ജീവിതത്തിലൂടെ കർത്താവ് നൽകിയ ആഹ്വാനത്തെ നമുക്ക് സ്വീകരിക്കാം. ഇതെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത് നമുക്ക് ഒരു പാഠമാകാനായിട്ടാണ്. നമ്മൾ കർത്താവിനോട് ഒരുമിച്ചുള്ള നമ്മുടെ യാത്രയിൽ കർത്താവിൻ്റെ വീണ്ടും വരവ് പ്രതീക്ഷിച്ചുകൊണ്ട് ആ ഒരു ഒരുക്കത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പാഠമാകാനായിട്ടാണ് ഇതെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത്. ആ ഒരു രീതിയിൽ ഇതിനെല്ലാം കണ്ട് ജീവിതത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി ഒരുമിച്ച് ഐക്യത്തോടെ പരസ്പരം പ്രോത്സാഹിപ്പിച്ച് നമ്മുടെ വിശ്വാസയാത്രയിൽ നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652.